ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു ജിയോ യൂസറോ അല്ലെങ്കിൽ എയർടെൽ യൂസറോ ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും രണ്ട് ഫേമസ് പ്ലാൻസുകൾ ഇപ്പോൾ ഓൾറെഡി അവർ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രായിൻ്റെ പുതിയ റൂൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ആയിട്ട് കുറച്ച് നമ്മുടെ വോയിസ് ഓൺലി പാക്കുകൾ, അതായത് ഡാറ്റ പാക്കേജ് ഇല്ലാത്ത കുറച്ച് നല്ല പാക്കേജ് വേണമായിട്ട് ഇപ്പോൾ ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആക്ച്വലി എയർടെലിനും ജിയോനും അവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്ത പോലെയാണ് ഇപ്പോൾ ട്രായിൻ്റെ റൂള് ഇപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്. എന്താ വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് പ്ലാനുകൾ, പ്രത്യേകിച്ച് ജിയോന്റെ കാര്യം പറഞ്ഞാൽ 479 രൂപയുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് എന്താ പറയുക 84 days വാലിഡിറ്റിയും അതുപോലെ തന്നെ നമുക്ക് 6 GB ഡാറ്റ പിന്നെ അൺലിമിറ്റഡ് കോൾസും SMS കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സാധനം എടുത്തു കളഞ്ഞു. ഇപ്പോൾ അതിന് പകരം 448 പ്ലാൻ ഇറക്കി. അതിലാണെങ്കിൽ വോയിസും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല ഈ പ്ലാനുകളിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന 448 രൂപയുടെ പ്ലാനും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വേറൊരു പ്ലാനും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് 1748 രൂപയുടെ ഒരു കൊല്ലത്തെ വാലിഡിറ്റി ആയിട്ട്. ഈ രണ്ടെണ്ണത്തിനും നമുക്ക് ഡാറ്റ റീചാർജ് ചെയ്യാൻ പറ്റില്ല. അതായത് 63 രൂപയുടെ ഡാറ്റ റീചാർജും ചെയ്യാൻ പറ്റില്ല. 2 ഡാറ്റ റീചാർജുകൾ ഉണ്ടായിരുന്നു, അത് രണ്ടും ചെയ്യാൻ പറ്റില്ല. ഡെയിലി പാക്കേജ് മാത്രം, ഡാറ്റ പാക്കേജ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്ടായത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് പണി കിട്ടിയെന്ന് പറയാം. ഇത് ഇവന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്താവുന്ന പരിപാടി തന്നെയാണ്. എന്താ വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പരിപാടിയാണ്. ജിയോന്റെയും പോയിട്ട് കാലം നക്കലാണ് അവർക്കൊക്കെ പരിപാടി. അതൊക്കെ പച്ചക്കെടുത്ത് പറയാനുള്ള ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി ഇക്കോണമീനൊക്കെ പൊട്ടിപ്പണ്ടാറാണ് ഇന്ത്യനെ. അപ്പോൾ ഇത് ആൾക്കാർ ഇനിയിപ്പോൾ ഇത് ശ്രീലങ്കയിലത്തെ കണ്ടീഷനിലേക്കാണ് പോകണമെന്നുണ്ട്. എന്ന് വെച്ചാൽ അത്ര അധികം ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും ഇന്ത്യൻ ഇക്കോണമിയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പണ്ടാറടങ്ങിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, മിഡിൽ ക്ലാസ് ഒക്കെ ടാക്സ് അടച്ച് പണ്ടാറടങ്ങി കാശ്. എന്ന് വെച്ചാൽ FMCG കമ്പനീസ് അടക്കം അവരുടെ സെയിൽസും സംഭവങ്ങളൊക്കെ ഡൗൺ ആയി. അതായത് FMCG എന്ന് പറഞ്ഞാൽ ഫുഡും നമ്മുടെ നെസസറി ഐറ്റംസ് വെക്കുന്ന കമ്പനികളുടെ സെയിൽസ് അത്രയും കാലങ്ങളായിട്ട് ആദ്യമായിട്ടാണ് അവർ ഇടിയുന്നത്. അപ്പോൾ അതൊക്കെ ഇടിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓൾമോസ്റ്റ് റിസഷൻ പോലെയാണ് ഇപ്പോൾ സംഭവം. അപ്പോൾ ഇപ്പോഴും പിഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി പുതിയ ബഡ്ജറ്റ് വരും, അതിൽ എന്തൊക്കെ പിഴിയാൻ നോക്കി വെക്കാം. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇനിയിപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പ് നടന്നല്ലോ ശ്രീലങ്കയിൽ പോലെ. അതെല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ബോധം വരുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതാണ്. നമ്മുടെ 448 രൂപയുടെ 2 പ്ലാന്, 448 രൂപയുടെ ഒരു പ്ലാനും 1748 രൂപയുടെ പ്ലാനും ഇപ്പോൾ ജിയോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ഡാറ്റയും സംഭവമൊന്നുമില്ല, നമുക്ക് ഡാറ്റ റീചാർജും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കോൾസ് എല്ലാം അൺലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ SMS 1000 ഉണ്ട്. ജിയോ TV, ജിയോ സിനിമ, ജിയോ ക്ലൗഡ് ഒക്കെ ഉണ്ട്. 84 ദിവസം സെയിം സാധനം തന്നെ. 475 രൂപയ്ക്ക് അവർ 6 GB അടക്കം കൊടുക്കുന്ന സാധനം ഒരു 10 രൂപ 5 രൂപ കുറച്ചിട്ട് 448 രൂപയ്ക്ക് അവർ 6 GB വെട്ടി കുറച്ചു. അപ്പോൾ അവർക്ക് ആർക്കും ലാഭം ഉണ്ടായത്? അവർക്ക് ലാഭം ഉണ്ടായി. ഇതാണ് ഇപ്പോൾ ചെയ്തത്. എയർടെൽ തന്നെ സ്ഥിതി. അപ്പോൾ ഞാൻ ഇത് പറയുന്നില്ല എന്ന് മാത്രം. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറേ പേര് ജിയോനെ സപ്പോർട്ട് ചെയ്തൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ മുമ്പ് ഇതുപോലെ തന്നെ BSNL പ്ലാൻ, ഞാൻ എൻ്റെ സെക്കൻഡറി സിം എപ്പോഴും BSNL തന്നെയാണ്. അവരും ഇതുപോലെ 201 രൂപയുടെ ഒരു പ്ലാൻ ഇപ്പോൾ നിർത്തി. 250 രൂപ 90 days വാലിഡിറ്റി ഉള്ള ഒരു സംഭവമായിരുന്നു. അത് നല്ല കിടിലൻ പ്ലാനായിരുന്നു. അതിപ്പോൾ നിർത്തിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുന്ന സാധനം ഫുള്ള് പറയണല്ലോ. അതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങളൊരു 201 രൂപയുടെ പ്ലാൻ BSNL ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കും ഈ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. അതായത് 10/2001 തൊട്ട് ഈ പ്ലാൻ നിർത്തി. അപ്പോൾ എല്ലാം കൊണ്ട് പിഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഏത് പ്ലാനാണ് ചെയ്യാത്തിനോ? അപ്പോൾ ഞാനൊക്കെ ചെയ്യാറില്ലാന്ന് 479 രൂപ പ്ലാൻ. എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഡാറ്റ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒന്നാമത് ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത് വീട്ടിൽ ഫൈബർ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഓൾറെഡി 6 GB ഉണ്ട്. പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് വേണമെങ്കിൽ 63 രൂപ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും പുറത്ത് പോകുക സംഭവമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതും പറ്റാണ്ടായി. ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി ഡാറ്റ പാക്കേജ് എടുക്കേണ്ടി വരും. ഇതാണ് ഇപ്പോൾ ട്രൈ ഉണ്ടാക്കിയ ഉഗ്രം പണി. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക കമൻറ്റ്സ് ഒന്ന് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനെ എവിടേക്കാണ് പോകണമെന്ന് അറിയണല്ലോ. ആൾക്കാരുടെ ഒരു സൈഡിൽ നിന്ന് ഒരു എന്താ പറയുക റിയാക്ഷൻസോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻസോ നെഗറ്റീവ് റിയാക്ഷൻസോ ഒന്നുമില്ല. ആൾക്കാരെല്ലാം ചത്തുകെടുക്കുകയാണ്. ഇപ്പോൾ ഇവരെങ്ങനെ മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്, കമ്പനീസും പൊളിറ്റിക്കാരും എല്ലാവരും. അപ്പോൾ ഇത് പോണത് നമ്മുടെ ശ്രീലങ്കയിലത്തെ സ്ഥിതിയിലേക്കാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥിതി. ഈ വീഡിയോ ഒന്നും ഇനി പണി കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ റിയാക്ഷൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇതിനെതിരെ കുറേ പേരും വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറേ എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോകളൊക്കെ ആൾക്കാരെന്ന് വെച്ചാൽ ഡെയിലി വ്ളോഗോ അങ്ങനത്തെ ബോധമില്ലാത്ത ആൾക്കാരല്ല പറഞ്ഞത്. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരുടെ കാര്യമില്ല പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. അവരൊക്കെ അത്യാവശ്യം ഇതിനെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ മീഡിയയിലും അങ്ങനെ കാറിട്ട് കാര്യമൊന്നുമില്ല, വേറെ കാര്യം. എന്നാലും എവിടെ അങ്ങനെയൊക്കെ കാറുണ്ടല്ലോ, അതന്നെ ഭാഗ്യം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് അത് പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കമൻറ്റ് ബ്ലോഗാണ്. അടുത്ത വീഡിയോ കാണാം.